Hi friends, Exam Selective Series ചാനലിലേക്ക് സ്വാഗതം. മൈക്രോബയോളജിസ്റ്റ് ലാബ് അസിസ്റ്റന്റ് എക്സാം മോക്ക് ടെസ്റ്റ് ബേസ്ഡ് ഓൺ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ. ഇന്നത്തെ മോക്ക് ടെസ്റ്റിനുള്ള ചോദ്യങ്ങൾ എടുത്തിരിക്കുന്നത് PSCയുടെ പ്രീവിയസ് ഇയർ ചോദ്യപേപ്പറിൽ നിന്നാണ്. ചോദ്യപേപ്പറിന്റെ ഫൈനൽ ആൻസർ കീ പ്രകാരമാണ് മോക്ക് ടെസ്റ്റിനുള്ള ചോദ്യോത്തരങ്ങൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇന്നത്തെ ടോപ്പിക് ഇമ്മ്യൂണോളജി ആണ്. ഇമ്മ്യൂണോളജി മൈക്രോബയോളജിസ്റ്റ് എക്സാമിന്റെയും ലാബ് അസിസ്റ്റന്റ് എക്സാമിന്റെയും സിലബസിൽ പറഞ്ഞിട്ടുള്ള ടോപ്പിക്കാണ്. കുറച്ച് ഡിഫിക്കൽട്ട് ലെവൽ ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ഇമ്മ്യൂണോളജി മോക്ക് ടെസ്റ്റിൽ ആഡ് ചെയ്തിരിക്കുന്നത്. ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. കൂടുതൽ ക്ലാസ്സുകൾ പെട്ടെന്ന് കിട്ടാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് റെക്കോർഡ് ചെയ്യാൻ പറ്റാതെയോ അല്ലെങ്കിൽ ക്ലാസ്സിൽ എന്തെങ്കിലും ഡിലേ വന്നു കഴിഞ്ഞാൽ കമ്മ്യൂണിറ്റി ടാബിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ബേസ്ഡ് റിവിഷൻ ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾ ആ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് ചെയ്ത് നോക്കുക. ആദ്യത്തെ ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഹൈപ്പർ സെൻസിറ്റിവിറ്റി റിയാക്ഷൻ ഈസ് അസോസിയേറ്റഡ് വിത്ത് ഓട്ടോ ഇമ്മ്യൂൺ ഹീമോലൈറ്റിക് അനീമിയ? Options: Option A type 1, Option B type 2, Option C type 3, Option D type 4. Which of the following hypersensitivity reaction is associated with autoimmune hemolytic anemia? Autoimmune hemolytic anemia ആയിട്ട് റിലേറ്റ് ചെയ്ത ഹൈപ്പർസെൻസിറ്റിവിറ്റി റിയാക്ഷൻ ഏതാണെന്നാണ് ചോദ്യം. ഉത്തരം അറിയാവുന്നവർ എഴുതുക. ആൻസർ type 2. Type 2 hypersensitivity reaction is associated with autoimmune hemolytic anemia. The hypersensitivity reaction associated with autoimmune hemolytic anemia is type 2 hypersensitivity. അടുത്ത ചോദ്യം, morphologic pattern of Hansen's disease is determined by options: Option A helper T lymphocyte, Option B suppressor T lymphocyte, Option C NK cell, Option D macrophage. Morphologic pattern of Hansen's disease is determined by answer helper T lymphocyte. Morphologic pattern of Hansen's disease is determined by helper T lymphocyte. ഇന്നത്തെ മോക്ക് ടെസ്റ്റിലെ ടാസ്ക് വരികയാണ്. നമ്മൾ ഈ ക്വസ്റ്റിൽ ഒരു ടേം കണ്ടു, ഹാൻസൻസ് ഡിസീസ്. അപ്പം ഈ ഹാൻസൻസ് ഡിസീസിനെ കുറിച്ച് തൊട്ട് മുന്നേ ഉള്ള മോക്ക് ടെസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഈ ഹാൻസൻസ് ഡിസീസ് എന്ന് പറയുമ്പോൾ എല്ലാവരും അറിയണം എന്നില്ല. ഇതിന് വേറൊരു പേരിലാണ് എല്ലാവരും അറിയപ്പെടുന്നത്. ഹാൻസൻസ് ഡിസീസിന് മറ്റൊരു പേരുണ്ട്. ആ പേരാണ് കോമൺ ആയിട്ട് എല്ലാവർക്കും അറിയാവുന്നത്. നിങ്ങളുടെ ടാസ്ക് ഇതാണ്, ഹാൻസൻസ് ഡിസീസ് അറിയപ്പെടുന്ന കോമൺ ആയിട്ടുള്ള നെയിം ഏതാണ്, കൂടാതെ ഹാൻസൻസ് ഡിസീസിന്റെ കോസേറ്റീവ് ഓർഗാനിസം ഏതാണ്. ഇമ്മ്യൂണോളജി മൈക്രോബയോളജിക്കാർക്കും ലാബ് അസിസ്റ്റന്റുകാർക്കും സിലബസിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മൈക്രോബയോളജി മോക്ക് ടെസ്റ്റിലാണ് ഞാൻ ഹാൻസൻസ് ഡിസീസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ മൈക്രോബയോളജിക്കാർക്ക് എന്തായാലും ഇത് അറിയായിരിക്കും. മൈക്രോബയോളജിക്കാർ കമന്റ് ചെയ്യുക. ലാബ് അസിസ്റ്റന്റ് എക്സാം ഉള്ളവർ ഉത്തരം അറിയാമെങ്കിൽ കമന്റ് ചെയ്യുക. ലാബ് അസിസ്റ്റന്റ് എക്സാം മാത്രമുള്ളവരോടായിട്ട് പറയാനുള്ള കാര്യം, നിങ്ങൾക്ക് സിലബസിൽ മൈക്രോബയോളജി പഠിക്കാനുണ്ട്, ഇമ്മ്യൂണോളജി ടോപ്പിക്കും പഠിക്കാനുണ്ട്. നമ്മുടെ ചാനലിൽ മൈക്രോബയോളജിസ്റ്റ് എന്നൊരു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആ ക്ലാസ്സുകളൊക്കെ ഒന്ന് കാണുക. അതിൽ മൈക്രോബയോളജി റിലേറ്റഡ് ധാരാളം ചോദ്യങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ട്. സിലബസ് പറഞ്ഞിട്ടുള്ള കൾച്ചർ മീഡിയ ക്വസ്റ്റ്യൻസും സ്ക്രീനിങ് മെത്തേഡ്സിനെ കുറിച്ചിട്ടുള്ള ധാരാളം ചോദ്യങ്ങൾ ഈ മോക്ക് ടെസ്റ്റുകളിലൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ക്ലാസ്സുകളൊക്കെ ഒന്ന് പോയി കാണുക. ധാരാളം പേർ നമ്മൾ ടാസ്ക് കൊടുക്കുമ്പോൾ കമന്റ് ചെയ്യുന്നുണ്ട്. അവർക്കൊക്കെ എൻ്റെ നന്ദി പറയുന്നു. അപ്പോൾ ഇനിയും നിങ്ങൾ ഇതുപോലെ ചോദ്യം വരുമ്പോൾ കമന്റ് ചെയ്യുക. ഈ കമന്റ് ചെയ്യാൻ പറയുന്നത് റിവിഷന് വേണ്ടിയിട്ടാണ്. ഇങ്ങനെ ക്വസ്റ്റിന്റെ ആൻസർ കമന്റ് ചെയ്യാൻ പറയുന്നത്. റിവിഷൻ ടെസ്റ്റ് നടത്താൻ സമയം കിട്ടാത്തതുകൊണ്ട് നിങ്ങളുടെ ടാസ്ക് തരുമ്പോൾ നിങ്ങൾക്ക് അതൊരു റിവിഷൻ ആവും. അപ്പോൾ നിങ്ങൾ തൊട്ട് മുന്നേ ഉള്ള മോക്ക് ടെസ്റ്റ് ഒക്കെ എടുത്ത് നോക്കും. ഇപ്പോൾ ക്ലാസ് കണ്ടുള്ളവരാണെങ്കിൽ ഹാൻസൻസ് ഡിസീസിന്റെ കോമൺ ആയിട്ടുള്ള നെയിം കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ കോസേറ്റീവ് ഓർഗാനിസം കമന്റ് ചെയ്യുക. ധാരാളം പേര് നമ്മൾ പറയുമ്പോൾ തന്നെ ടാസ്ക് അപ്പോൾ തന്നെ അതിന്റെ ഉത്തരം കമന്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അവരൊക്കെയാണ് നന്നായിട്ട് പഠിക്കുന്നവരെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. നിങ്ങൾക്ക് അപ്പോൾ ഒരു റിവിഷൻ ആവും. അടുത്ത ചോദ്യം, ഷോമൻ ബോഡീസ് ആർ സീൻ ഇൻ. പ്രൊനൗൺസിയേഷനിൽ ഡിഫറൻസ് ഉണ്ടാവും. Shaman bodies are seen in options: Option A pneumoconiosis, Option B sarcoidosis, Option C hypersensitivity pneumonitis, Option D asbestosis. Shaman bodies are seen in answer sarcoidosis. Shaman bodies are seen in sarcoidosis. Third terms pronunciation difference ഉണ്ടാവും. Shaman bodies are inclusion bodies first described by Shaman in 1941. Typically seen in granulomatous disease such as tuberculosis, sarcoidosis and chronic beryllium diseases. അടുത്ത ചോദ്യം, lacunar cells are seen in options: Option A nodular sclerosing classic HL, Option B nodular lymphocyte predominant HL, Option C mixed cellularity classic HL, Option D lymphocyte rich classic HL. Lacunar cells are seen in answer nodular sclerosing classic HL. Lacunar cells are seen in nodular sclerosing classic HL. അപ്പോൾ നിങ്ങളൊരു ടേം കണ്ടു HL. എന്താണ് HL എന്ന് നോക്കാം. Lacunar cells are characteristic of nodular sclerosing classical Hodgkin lymphoma. HL എന്ന് പറയുന്നത് Hodgkin lymphoma ആണ്. എക്സ്ട്രാ പോയിന്റ്സ് നോക്കാം. ലിംഫോമ എന്താണ് ലിംഫോമ എന്ന് നോക്കാം.
type of blood cancer that occurs when white blood cells known as lymphocytes grow out of control. Lymphocytes are an important part of the immune system which help fight infections. Lymphocytes travel throughout the body in the lymphatic system carrying a fluid called lymph. There are two main lymphoma categories, Hodgkin lymphoma and non-Hodgkin lymphoma. Lymphoma a type of blood cancer ആണ്. ലിംഫോമ വരാനുള്ള കാരണം വൈറ്റ് ബ്ലഡ് സെൽസ് WBC ഓർ ലിംഫോസൈറ്റ്സിന്റെ അൺകൺട്രോൾഡ് ഗ്രോത്ത് കാരണമാണ്. ഇവിടെ ചോദിച്ച ചോദ്യം എന്തായിരുന്നു? ലാക്കുണാർ സെൽസ് ആർ സീൻ. ലാക്കുണാർ സെൽസ് കാണപ്പെടുന്നത് എവിടെയാണെന്നാണ് ചോദ്യം. ലാക്കുണാർ സെൽസ് ആർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് നോഡുലാർ സ്ക്ലെറോസിസ് ക്ലാസിക് ഹോഡ്കിൻ ലിംഫോമ. അടുത്ത ചോദ്യം ഒരു സ്റ്റേറ്റ്മെന്റ് ലെവൽ ചോദ്യമാണ്. 4 വാക്സിൻസിന്റെ പേര് തന്നിട്ടുണ്ട്, 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഈ ഓപ്ഷനിൽ നിന്ന് ഏതാണ് തന്നിരിക്കുന്നത് ലൈവ് വാക്സിൻ എന്ന് കണ്ടുപിടിക്കാനാണ് ചോദ്യം. Find out the live vaccines among the following: 1 Sabin polio vaccine, 2 MMR vaccine, 3 rotavirus vaccine, 4 rabies vaccine. Options: option A 1, 2 and 4, option B 2, 3 and 4, option C 1, 2 and 3, option D 1 and 4. Find out the live vaccines among the following. ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ സി ആണ്, 1, 2 and 3. ഓപ്ഷൻ സി പറയുന്നത് 1, 2 and 3 ഫസ്റ്റും സെക്കൻഡും തേർഡും വാക്സിൻസ് ആണ് ലൈവ് വാക്സിൻസ്. ഏതൊക്കെയാണ് വാക്സിൻസ് നോക്കാം. 1 സാബിൻ പോളിയോ വാക്സിൻ, 2 MMR വാക്സിൻ, 3 റോട്ടാവൈറസ് വാക്സിൻ. ഈ 3 വാക്സിൻസ് ആണ് ലൈവ് വാക്സിൻസ്. സാബിൻ പോളിയോ വാക്സിൻ, MMR വാക്സിൻ ആൻഡ് റോട്ടാവൈറസ് വാക്സിൻ ആർ ലൈവ് വാക്സിൻ. നിങ്ങൾക്ക് പഠിക്കാനുള്ള എളുപ്പത്തിനാണ് ടേബിൾ ഫോമിൽ തന്നിരിക്കുന്നത്. വാക്സിൻസ്, ടൈപ്സ് ഓഫ് വാക്സിൻ. സാബിൻ പോളിയോ വാക്സിൻ, MMR വാക്സിൻ, മീസൽസ്, മംസ്, റുബല്ല. MMR വാക്സിൻ എന്ന് പറയുന്നത് ഒരു കമ്പൈൻഡ് വാക്സിൻ ആണ്. MMR ഫുൾ ഫോം മീസൽസ്, മംസ്, റുബല്ല. MMR വാക്സിൻ, റോട്ടാവൈറസ് വാക്സിൻ. ദേ ആർ ലൈവ് വാക്സിൻസ്. ഒരു വാക്സിന്റെ പേര് കൂടെ വന്നിട്ടുണ്ടായിരുന്നു, റാബിസ് വാക്സിൻ. റാബിസ് വാക്സിൻ ഏത് ടൈപ്പ് ഓഫ് വാക്സിൻ ആണെന്ന് നോക്കാം. അത് ഇനാക്ടിവേറ്റഡ് വാക്സിൻ ആണ്. റാബിസ് വാക്സിൻ, ഇനാക്ടിവേറ്റഡ് വാക്സിൻ. എന്താണ് ഇനാക്ടിവേറ്റഡ് വാക്സിൻ നോക്കാം. റാബിസ് വാക്സിൻ, ഇനാക്ടിവേറ്റഡ് വാക്സിൻ യൂസ് ദ കിൽഡ് വേർഷൻ ഓഫ് ദ ജേം ദാറ്റ് കോസ് എ ഡിസീസ്. റാബിസ് വാക്സിൻ ഒരു ഇനാക്ടിവേറ്റഡ് വാക്സിൻ ആണ്. ഇനാക്ടിവേറ്റഡ് വാക്സിൻ യൂസ് ദ കിൽഡ് വേർഷൻ ഓഫ് ദ ജേം ദാറ്റ് കോസ് എ ഡിസീസ്. ഇവിടെ തന്നിരിക്കുന്നത് ഏതൊക്കെയാണ് ലൈവ് വാക്സിൻ? സാബിൻ പോളിയോ വാക്സിൻ, MMR വാക്സിൻ, റോട്ടാവൈറസ് വാക്സിൻ. ദേ ആർ ലൈവ് വാക്സിൻസ്. റാബിസ് വാക്സിൻ, ഇനാക്ടിവേറ്റഡ് വാക്സിൻ. നിങ്ങൾ തന്നിരിക്കുന്ന ഈ ഓപ്ഷനില് പോളിയോ വാക്സിന്റെ കേസിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ഉണ്ട്. പോയിന്റ് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. പോളിയോ വാക്സിൻ 2 ടൈപ്പ് ഉണ്ട്. ഇനാക്ടിവേറ്റഡും ഉണ്ട്, ലൈവ് അറ്റിനുവേറ്റഡ് ഉണ്ട്. അതായത് ഇനാക്ടിവേറ്റഡ് വാക്സിനും ഉണ്ട്, ലൈവ് വാക്സിനും ഉണ്ട്. അതുകൊണ്ട് ഓപ്ഷനിൽ ഏത് വാക്സിനാണ് തന്നിരിക്കുന്നത് നോക്കിയിട്ട് വേണം ആൻസർ ചെയ്യാൻ. ഇനാക്ടിവേറ്റഡ് കിൽഡ് പോളിയോ വാക്സിൻ IPV developed by Dr. Jonas Salk and first used in 1955. Inactivated polio virus is given by injection. Inactivated killed polio vaccine കണ്ടുപിടിച്ച സയന്റിസ്റ്റ് ഡോക്ടർ ജോനാസ് സാൽക്ക് ആണ്. നെക്സ്റ്റ് എ ലൈവ് അറ്റുനേറ്റഡ് വീക്കൻഡ് ഓറൽ പോളിയോ വാക്സിൻ OPV developed by Dr. Albert Sabin and first used in 1961. ഓപ്ഷനിൽ ഏത് പോളിയോ വാക്സിൻ ആണ് തന്നിരിക്കുന്നതെന്ന് ശ്രദ്ധിച്ച് വായിച്ചിട്ട് വേണം ആൻസർ അറ്റൻഡ് ചെയ്യാൻ. ഇവിടെ ക്വസ്റ്റിന് തന്നിരിക്കുന്നത് സാബിൻ വാക്സിൻ ആണ്. സാബിൻ വാക്സിൻ എന്ന് പറഞ്ഞാൽ ലൈവ് വാക്സിൻ എക്സാമ്പിൾ ആണ്. സാൽക്ക് വാക്സിൻ ആണെങ്കിൽ ഇനാക്ടിവേറ്റഡ് വാക്സിൻ എക്സാമ്പിൾ ആണ്. ശ്രദ്ധിക്കുക, പോളിയോ വാക്സിൻ 2 ടൈപ്പ് ഉണ്ട്. പോളിയോ വാക്സിൻ 2 ടൈപ്പ് ഉണ്ട്. ഇനാക്ടിവേറ്റഡ് വാക്സിനും ഉണ്ട്, ലൈവ് വാക്സിനും ഉണ്ട്. ക്വസ്റ്റിനിൽ ഏത് പേരാണ് തന്നിരിക്കുന്നതെന്ന് വായിച്ച് നോക്കിയിട്ട് മാത്രം ആൻസർ ചെയ്യുക. An inactivated killed polio vaccine IPV developed by Dr. Jonas Salk. Inactivated polio virus given by injection. A live attenuated or weakened oral polio vaccine developed by Dr. Albert Sabin. Weakened polio virus given by mouth. ഫസ്റ്റ് തന്നിരിക്കുന്ന സാബിൻ പോളിയോ വാക്സിൻ ആണ്. സാബിൻ പോളിയോ വാക്സിൻ ആണെങ്കിൽ ലൈവ് വാക്സിൻ എക്സാമ്പിൾ ആണ്. സാബിൻ പോളിയോ വാക്സിന് പകരം സാൽക്ക് പോളിയോ വാക്സിൻ ആണ് തന്നിരിക്കുന്നതെങ്കിൽ അത് ഇനാക്ടിവേറ്റഡ് വാക്സിൻ എക്സാമ്പിൾ ആണ്. ഇനാക്ടിവേറ്റഡ് അല്ലെങ്കിൽ കിൽഡ് വാക്സിൻ എക്സാമ്പിൾ ആണ് സാൽക്ക് വാക്സിൻ. ലൈവ് വാക്സിൻ എക്സാമ്പിൾ ആണ് സാബിൻ വാക്സിൻ. പോളിയോ വാക്സിൻ 2 ടൈപ്പ് ഉണ്ട്, സാൽക്ക് വാക്സിനും സാബിൻ വാക്സിനും. ഇതിൽ സാൽക്ക് എന്ന് പറയുന്നത് ഇനാക്ടിവേറ്റഡ് അല്ലെങ്കിൽ കിൽഡ് പോളിയോ വാക്സിൻ ആണ്. സാബിൻ പോളിയോ വാക്സിൻ എന്ന് പറയുന്നത് ലൈവ് അറ്റുനേറ്റഡ് ഓറൽ പോളിയോ വാക്സിൻ ആണ്. നിങ്ങൾക്ക് ഈ പറഞ്ഞ പോയിന്റ്സ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് റെപ്രസെന്റ്സ് ദ T cell ഏരിയ ഓഫ് ദ ലിംഫ് നോഡ്? Options: option A primary lymphoid follicles, option B secondary lymphoid follicles, option C paracortical area, option D medulla. Which of the following represents the T cell area of the lymph node? Answer: paracortical area. Paracortical area represents the T cell area of the lymph node. അടുത്ത ചോദ്യം, C5 converters in classical complement pathway is options: option A C14B 2A 3B,
ഓപ്ഷൻ ബി C14A2A3B, ഓപ്ഷൻ സി C14B2B3A, ഓപ്ഷൻ ഡി C14A2B3B. കൺഫ്യൂസിങ് ഓപ്ഷൻ ആണ്, ഏകദേശം ഒരുപോലെ ഇരിക്കുന്ന ഓപ്ഷൻ ആണ്. ശ്രദ്ധയോടെ വായിച്ചിട്ട് മാത്രം ആൻസർ ചെയ്യുക. C5 converters in classical complement pathway is answer C14B2A3B. C14B2A3B. C5 converters in classical complement pathway is C14B2A3B. C5 converters എന്ന് പറയുന്നത് ഒരു എൻസൈം ആണ്. അടുത്ത ചോദ്യം, polymyxins act against the microbes by carrying out which of the following actions? Options: option A, inhibition of protein synthesis, option B, inhibition of nucleic acid synthesis, option C, damage to the cytoplasmic membrane, option D, inhibition of specific enzyme systems. Polymyxins act against the microbes by carrying out which of the following actions? Answer: damage to the cytoplasmic membrane. Polymyxins damages the cytoplasmic membrane of the microbes. നമ്മുടെ ക്വസ്റ്റനിൽ പോളിമിക്സിൻ എന്നൊരു ടൈം കണ്ടു. എന്താണ് പോളിമിക്സിൻസ് നോക്കാം. Polymyxin B and E quercetin are antibiotics. They act against gram-negative bacteria. Polymyxin എന്ന് പറയുന്നത് ആന്റിബയോട്ടിക്സ് ആണ്. ഈ ആന്റിബയോട്ടിക്സ് gram-negative ബാക്ടീരിയ ആണ് അറ്റാക്ക് ചെയ്യുന്നത്. ഇത്രയാണ് ചോദ്യങ്ങൾ. കുറച്ച് ഡിഫിക്കൽട്ട് ലെവൽ ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. താങ്ക്സ് ഫോർ വാച്ചിങ്. സബ്സ്ക്രൈബ് ഫോർ മോർ വീഡിയോസ്.